ഹായ് ഹലോ. അപ്പം നമ്മുടെ സർഗാലയയിൽ ഇന്റർനാഷണൽ ക്രാഫ്റ്റ് ഫെസ്റ്റിവൽ തുടങ്ങിയിട്ടുണ്ട് 23-ാം തീയതി മുതൽ. അപ്പം ഞാനിപ്പോൾ അവിടെയാണ് കേട്ടോ ഉള്ളത്. ഫസ്റ്റ് ഡേ ആയതുകൊണ്ട് തന്നെ എല്ലാം ഒന്ന് സെറ്റായി വരുന്നതേ ഉള്ളൂ. അതുപോലെ തന്നെ എല്ലാ പ്രാവശ്യം ഇല്ലാത്ത പോലെ ഇപ്രാവശ്യം സ്പെഷ്യലായിട്ടൊരു ഫ്ലവർ ഷോ ഒക്കെ സെറ്റാക്കി വെച്ചിട്ടുണ്ട്. അടിപൊളിയാണ് കേട്ടോ. എല്ലാം കംപ്ലീറ്റ് ആയിട്ടില്ല, കാണിച്ചു തരാം. അപ്പം ഞാനെന്താ ഫസ്റ്റ് ദിവസം തന്നെ ഇവിടെ വന്നതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എൻ്റെ ഒരു ഫ്രണ്ട് ഉണ്ട്, അവളൊരു അടിപൊളി കലാകാരിയാണ് കേട്ടോ. അപ്പോൾ അവളുടെ കുറച്ച് പ്രോഡക്റ്റ്സ് ഇവിടെ വെക്കാനുണ്ടായിരുന്നു. അപ്പോൾ അതും കൊണ്ട് വന്നതാണ്. അപ്പോൾ അവൾ വിളിച്ചപ്പോൾ ഇങ്ങോട്ട് വന്നതാ. ഇത് അവളുടെ മോളാണ് കേട്ടോ, ജിയ എന്നാണ് പേര്. ഇവിടെ വന്ന് നോക്കുമ്പോഴത്തേക്കാണെങ്കിൽ സ്റ്റാളിലുള്ള ഒരു ചേച്ചിന്റെ വെഡിങ് ആനിവേഴ്സറി ആയിരുന്നു. അപ്പോൾ ഒരു ലഡു ഒക്കെ കിട്ടിട്ടോ. ലഡു എന്തായാലും അവൾക്ക് കൊടുത്തപ്പോൾ അവള് കഴിച്ചില്ല, പിന്നെ ഞാൻ കഴിച്ചു. പിന്നെ നിങ്ങൾ ആരെങ്കിലും ഇവിടെ വന്നിട്ടുണ്ടോ? അടിപൊളിയാണ് കേട്ടോ. കഴിഞ്ഞ വർഷമൊക്കെ ആണെങ്കിൽ വെള്ളത്തിൽ സ്റ്റേജൊക്കെ ആയിട്ട് നല്ല അടിപൊളി സ്റ്റേജ് പ്രോഗ്രാമും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. ഇപ്പോൾ ഇതെല്ലാം സെറ്റായി വരുന്നതേ ഉള്ളൂ കേട്ടോ. 2-3 ദിവസം കൊണ്ട് തന്നെ എല്ലാം അടിപൊളിയാവും. അപ്പോൾ ഇതാ മോളുടെ കയ്യിലൊരു നെല്ലിക്കൊക്കെ അവള് കൊടുത്തിട്ടുണ്ട്. അവളാണെങ്കിൽ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ഓടിക്കളിക്കായിരുന്നു, നിൽക്കുന്നേ ഉണ്ടായിരുന്നില്ല. ഇന്നലെ വിളിച്ചിട്ട് കറക്റ്റ് 10 മണിക്ക് അവിടെ എത്തണേന്ന് പറഞ്ഞൊക്കെ സെറ്റാക്കി വെച്ചതായിരുന്നു. പക്ഷെ അവള് കറക്റ്റ് 10 മണിക്ക് എത്തിയിട്ടുണ്ടായിരുന്നു. ഞാൻ 10:30 കേട്ടോ എത്തിയത്. അപ്പോൾ എൻ്റെ ഫ്രണ്ട് എനിക്ക് 2-3 കൊല്ലമായിട്ട് പരിചയം ഉണ്ടെങ്കിലും ഞങ്ങൾ ഒരിക്കലും ഇതുവരെ ഇങ്ങനെ സംസാരിക്കുകയൊന്നും ചെയ്തിട്ടില്ല. ഇപ്പോൾ ശരിക്കും പറഞ്ഞാൽ ഒരു 2-3 മാസമായിട്ടുള്ളൂ ഞങ്ങൾ ഇത്ര ക്ലോസ് ആയിട്ട്. എങ്ങനെയാണ് ഇത്ര ക്ലോസ് ആയതെന്ന് അറിയില്ല. പിന്നെ ഞങ്ങളിത് അവിടെയൊക്കെ ഒന്ന് കറങ്ങി നടന്നൊന്ന് കാണാൻ തുടങ്ങി. എല്ലാവരും സ്റ്റാളൊക്കെ ഒന്ന് സെറ്റ് ചെയ്ത് വരുന്നതേ ഉള്ളൂ കേട്ടോ. ഒരുപാട് പേര് ഇനിയും വരാനുണ്ട്. പിന്നെ അവൾക്ക് വിശക്കുന്നെന്ന് പറഞ്ഞപ്പോൾ നമ്മൾ നേരെ ക്യാൻറ്റീനിലേക്ക് ചായ കുടിക്കാൻ പോയി. അവിടെയാണ് പിന്നെ അധികം കറികളൊന്നും ഉണ്ടായിരുന്നില്ല. ഉഴുന്നുവടയും പഴംപൊരിയൊക്കെ ആയിരുന്നു ഉണ്ടായിരുന്നത്. അപ്പോൾ ഞാനൊരു പഴംപൊരിയും അവളൊരു ഉഴുന്നുവടയാണ് കേട്ടോ വാങ്ങിയത്. അങ്ങനെ നമ്മൾ ചായയൊക്കെ കുടിച്ച് കുറേ കഥയൊക്കെ പറഞ്ഞു. ശരിക്കും പറഞ്ഞാൽ നമ്മൾ ആദ്യമായിട്ടാണ് കേട്ടോ, ഇത്ര ക്ലോസ് ആയതിനു ശേഷം ആദ്യമായിട്ടാണ് കാണുന്നത്. ഇൻസ്റ്റാഗ്രാമിൽ റീൽസ് അയച്ചിട്ടാണ് നമ്മളുടെ ബന്ധം ഇത്രയും സ്ട്രോങ് ആയിട്ടുള്ളത്. ഞാനൊരു 50 റീൽസ് അങ്ങോട്ട് അയച്ചിട്ടുണ്ടെങ്കിൽ അവളൊരു 100 റീൽസ് ഇങ്ങോട്ട് അയക്കും. റീൽസിനൊക്കെ റിയാക്ഷൻ അയച്ച് നമ്മുടെ ബന്ധം സ്ട്രോങ് ആയിപ്പോയി. അങ്ങനെ നമ്മൾ ചായക്ക് കുടിച്ച് കഥയൊക്കെ പറഞ്ഞ് നേരെ വന്നത് സർഗാലയിൽ തന്നെയുള്ള ഈ ബോട്ടിംഗ് ഏരിയയിലാണ് കേട്ടോ. അവിടെ വന്നിട്ട് അവൾ എനിക്ക് പഴമൊക്കെ കൊണ്ടു തന്നിട്ടുണ്ടായിരുന്നു. ആ പഴമൊക്കെ ഞാൻ തിന്നു. പിന്നെ ഇത് ഈ മോളുടെ ടീഷർട്ടിന്റെ ബാക്കിൽ ഈ കണ്ണുണ്ടല്ലോ, അത് അവൾ വരച്ചതാണ് കേട്ടോ. പിന്നെ ഇതാ അവൾ എനിക്ക് എൻ്റെ ബർത്ത്ഡേ ആയിട്ട് എനിക്കൊരു സമ്മാനം കൊണ്ടു തന്നിട്ടുണ്ട്. ഈ കമ്മൽ അവൾ തന്നെ ഉണ്ടാക്കിയതാണ് കേട്ടോ. അവിടെ നിന്ന് കുറേ ഫോട്ടോ ഒക്കെ എടുത്ത് കുറേ കണസാ വർത്താലെല്ലാം പറഞ്ഞത്. പിന്നെ നമ്മൾ നേരെ സ്റ്റാളിലേക്ക് തന്നെയാണ് കേട്ടോ പോയത്. അപ്പോൾ മോക്ക് എന്തെങ്കിലും വാങ്ങാമെന്ന് വിചാരിച്ച് പോയപ്പോൾ സ്റ്റാളൊന്നും സെറ്റ് ആക്കിയിട്ടുണ്ടായിരുന്നില്ല. പിന്നെ നമുക്കൊന്നും കിട്ടാത്തതുകൊണ്ട് നമ്മൾ നേരെ തിരിച്ചു പോയി. പിന്നെ ഇത് കണ്ടോ, ഇത് അവിടെ വന്ന ജോർദാൻകാർ കൊണ്ടുവന്ന ഓർണമെന്റ്സ് ആണ് കേട്ടോ. നല്ല ഭംഗിയില്ലേ? എനിക്ക് എന്തായാലും ഞാൻ കുറേ വാങ്ങാനൊക്കെ നോക്കി വെച്ചിട്ടുണ്ട്. ഇത് നമ്മുടെ സ്വന്തം അലീൻ്റെ ആണ് കേട്ടോ. ആഫ്രിക്കയിൽ നിന്ന് വന്നതാണ്, ഉഗാണ്ടയിൽ നിന്ന്. നമ്മളെ സ്വന്തം ആൾക്കാരാണ് കേട്ടോ. അങ്ങനെ വലിയ ഇംഗ്ലീഷൊന്നും അറിയില്ലെങ്കിലും തട്ടിമുട്ടിയുള്ള ഇംഗ്ലീഷൊക്കെ പറഞ്ഞ് ഞാൻ മെല്ലെ കഴിച്ചില്ലാവും അവരുടെ അടുത്ത് നിന്ന്. അപ്പോൾ അതാ ഓരോരുത്തർ കണ്ടോ അവരുടെ സാധനങ്ങളൊക്കെ ഇറക്കി വെക്കുന്നതേ ഉള്ളൂ. ഞാൻ പറഞ്ഞില്ലേ എൻ്റെ ഫ്രണ്ട് നല്ലൊരു കലാകാരിയാണെന്നതാ. ഇതൊക്കെ അവൾ ഉണ്ടാക്കിയതാണ് കേട്ടോ. ക്ലേ കൊണ്ട് ഉണ്ടാക്കിയതാണ്. ഇത് സർഗാലയിൽ തന്നെയുള്ള എംപോറിയത്തിൽ വെച്ചിട്ടുള്ള പ്രോഡക്ട്സ് ആണ് കേട്ടോ. അങ്ങനെ നമ്മൾ അവളുടെ പ്രോഡക്ട്സ് എല്ലാം അവിടെ വെച്ച് കൊടുത്തിട്ട് നേരെ വീട്ടിലേക്ക് പോകാൻ തീരുമാനിച്ചു. നല്ല മുടിഞ്ഞ വെയിലായിരുന്നു. അവളുടെ കഴുത്തിലൊരു ഷാൾ ഉള്ളതുകൊണ്ട് അത് തലയിൽ ഇട്ടിട്ടാണ് കേട്ടോ പോയത്. അത്രയ്ക്ക് വെയിലായിരുന്നു. പിന്നെ ഉണ്ടല്ലോ ഈ ദുഷ്ടത്തി കളത്തി എന്നോട് പറയാണ്ട് എനിക്കൊരു ഫ്രോക്ക് നൈറ്റി ഒക്കെ വാങ്ങിയിട്ടാണ് കേട്ടോ വന്നത്, എൻ്റെ ബർത്ത്ഡേ എന്ന് പറഞ്ഞിട്ട്. പിന്നെ ഒരു കോമഡി എന്താന്ന് വെച്ചാൽ ഈ 29 വയസ്സായിട്ട് ഇതുവരെ എനിക്ക് ബർത്ത്ഡേക്ക് ഒരു ഗിഫ്റ്റ് കിട്ടിയിട്ടില്ല കേട്ടോ. അങ്ങനെ എൻ്റെ ബർത്ത്ഡേക്ക് എനിക്ക് ആദ്യമായിട്ട് കിട്ടുന്ന ഒരു ബർത്ത്ഡേ ഗിഫ്റ്റ് ആണ്. എന്താ പറയേണ്ടതെന്ന് അറിയില്ല. ഭയങ്കര സന്തോഷമായിരുന്നു. പിന്നെ ഞാൻ ആദ്യമായിട്ടാണ് ഫ്രോക്ക് നൈറ്റ് ഇടുന്നത്. ഇതാണ് കേട്ടോ ഞാൻ ഇട്ടിട്ടുള്ള കോലം. പിന്നെ അവള് വന്നപ്പോൾ മോന് കൊടുക്കാൻ വേണ്ടി അമൃതം പൊടി കൂടെ ഒരു പാക്കറ്റ് എടുത്തോന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ അവളും അതും കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഇത്രയൊക്കെ ഉള്ളൂ. ടാറ്റാ.